പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രമീള തന്റെ തീരുമാനം വ്യക്തമാക്കിയതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് ദേവബാല. ഇവൾ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാകും എന്ന് അച്ഛനോട് ഉറപ്പിച്ചു പറയുന്ന ദേവബാല അതുകൊണ്ട് തന്നെ പ്രമീളയുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് ശരി തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ദേവരാജനും പക്ഷേ കാര്യങ്ങൾ എടുത്തുചാടി ചെയ്യരുത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ നമുക്ക് തന്നെ ഇത് പാരയാകും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബുദ്ധിപൂർവം നീക്കണം. ദേവബാല എടുത്തുചാടി ഒന്നും ചെയ്യരുത്. പ്രമീളയുടെ സ്നേഹം നമ്മൾ പിടിച്ചു പറ്റി വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. ഇതിനിടയിൽ ദേവബാല വീണ്ടും അഭിഷേകിന് മരുന്നുമായി ചെല്ലുമ്പോഴാണ് അവിടേക്ക് പ്രമീള കടന്നു വരുന്നത്. ദേവബാല, ഞാൻ നോക്കിക്കോളാം അവൻ്റെ കാര്യം. നീ ഇനി അവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. അല്ല ആൻറ്റി, ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മരുന്ന് വാങ്ങിച്ച് അത് പരിശോധിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പ്രമീള. ഇതോടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദേവബാല. ഇതേ സമയം ദേവരാജനാകട്ടെ വൈദ്യനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ വൈദ്യരെ? ആ പ്രമീള വരെ നമുക്ക് എതിരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ അകത്താകും. നീ പേടിക്കാതിരി. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയേ നടക്കുകയുള്ളൂ. അത് ഞാൻ നിനക്ക് ഉറപ്പു നൽകാം. ആ പരിശോധന കൊണ്ടൊന്നും നമ്മൾ അകത്തു പോകില്ല, മനസ്സിലായോ? അത് മതി. ഇത് കേട്ടാൽ മാത്രം മതി. ഇനി പ്രമീളയല്ലേ, തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു എടുത്തുചാടി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ആ ചന്തുവിനെ തിളയ്ക്കണം, ഇല്ലെങ്കിൽ തിരിച്ചടിയാകും. ഇതേ സമയം ചന്തുവിനെ കാണുന്നതിനായി ജയരാമൻ എത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ് ജയരാമനോട്. ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് ചന്തു വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ആ കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ അഭിഷേകിൻ്റെ ജീവൻ, അതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും ഞാൻ ഉണ്ടാകും കൂടെ. ഇത് അവൻ്റെ അച്ഛൻ നൽകുന്ന ഉറപ്പാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.